ലാലേട്ടന്റെ സ്റ്റൈലിസ്റ്റിന്നും മാറി ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ. അവിടെ ജയിലറില് ലാലേട്ടന്റെ സൺഗ്ലാസ് ആണ്. എനിക്ക് ബിഗ് ബോസ് ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇത് ലൈറ്റ് സപ്പോർട്ട് ചെയ്യില്ല, ചില സമയത്ത് ബാക്ക് ഡ്രോപ്പ് സപ്പോർട്ട് ചെയ്യില്ല, ഇവരെ കളർ തീം സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾ കറന്റ് ഒരു മൂവി ചെയ്തോണ്ടിരിക്കുക, ടിക്കിറ്റാക്ക. ജയിലർ മൂവിയില് നിങ്ങൾ കണ്ട ആ ഒരു MS ധോണി സിഗ്നേച്ചർ ചെയ്ത ജെയ്സി എനിക്ക് കാണാൻ കഴിയും. ലാലേട്ടൻ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ഉസ്താദല്ലേ? ഹായ് ഹലോ, നമ്മളിപ്പോ ഉള്ളത് അറ്റ്ലാന്റിസിലുള്ള ജിഷാദ് സംസുദ്ദീന്റെ ഫാഷൻ ഹൗസിലാണ്. ലാലേട്ടന്റെ ആസിഫിക്കയുടെ ഒക്കെ പേഴ്സണലായിട്ട് സ്റ്റൈൽ ചെയ്യുന്ന ജിഷാദിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ ഫാഷൻ സ്പോർട്ടിംഗ് ആണ്. പക്ഷെ അത് ജസ്റ്റ് ഒരു സ്പോർട്ടിംഗ് മാത്രമേ ഒതുങ്ങുന്നുള്ളൂ എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇതിനുള്ള ഒരുപാട് ഹാർഡ് വർക്ക്സ് ഉണ്ട്. അത് ഞാൻ കണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഓരോന്ന് പറഞ്ഞു തരില്ല? അപ്പൊ ഇതാണ് ജിഷാദിക്കയുടെ ആ ഒരു പാഷനേറ്റ് ഹൗസ്. ശരിക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഫാഷൻ ഡിസൈനർ സ്റ്റോറിനെക്കാട്ടിലും കൂടുതൽ ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. എല്ലാത്തിലും ഒരു മെയിൻ്റനൻസും ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ലൈക്ക് ഫാബ്രിക് ആകുമ്പോൾ അതിൽ ഡസ്റ്റ് സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്കത് ക്ലീൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു ഫീൽ ഇത് ഒരിക്കലും ഇത് മെയിൻറ്റെയിൻ നന്നായിട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നുണ്ട്. വാളിൽ ഇത് ഞാൻ മറ്റേ പെയിന്റിംഗ് പെയിന്റിംഗ് അല്ലെങ്കിൽ മറ്റേ സ്റ്റിക്കർ വാൾപേപ്പർ ആണെന്നൊക്കെയാണ്. ഇതെല്ലാം ആ ഒരു സ്റ്റൈൽ പർപ്പസിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദീസ് ആർ നോട്ട് ഫോർ സെയിൽ. എല്ലാ ഷേപ്സും ഉണ്ടല്ലോ. അതെ, ആ ഒരു ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. യു മൈറ്റ് ഹാവ് സീൻ ഇത് എങ്കിലും ഞാൻ വിത്ത് യുവർ പെർമിഷൻ. നമ്മുടെ ജയിലറില് ലാലേട്ടന്റെ സൺഗ്ലാസ് ആണ്. ടിന്റ് മാത്രം ചേഞ്ച് ചെയ്ത് അതില് യെല്ലോ ആണ്. ജയിലറിൽ ഇങ്ങനെ ലാലേട്ടൻ സ്റ്റൈലായിട്ട് ഞാൻ വെച്ചാൽ ശരിയാവില്ല. അപ്പൊ അതിവിടെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാട്ടോ ഇവിടെ വന്നാ. ഇത് മെഷീൻ എംബ്രോയിഡറി ആണ്. അതിന്റെ മുകളിലൂടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മള്. ഈ ചിക്കൻസസ് എല്ലാം അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സമയം എടുക്കും? ഡിപ്പെൻഡ്സ് ആണ്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ലൈക്ക് ഒരു 3 to 4 hours ടൈമേ ഉള്ളൂ നമുക്ക് അതിന്റെ പ്രോസസ്സ് വരുന്നത്. ഇതൊക്കെ ഒത്തിരി സമയം എടുക്കും. ഇതിൽ ദർ ആർ ഫ്യൂ അതർ ജാക്കറ്റ്സ് ഞാനത് ബാക്കിൽ കാണിച്ചു തരാം. ഇതില് നമ്മള് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ്. So this is just to show the, you know. അല്ല, ഇതിലൊരു പുതുമയുണ്ട്. കാരണം നമ്മള് ആരും ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട്. ഇതെന്താ സംഭവം? വൈറ്റ് കളക്ഷൻസ് ആണ്. അത് കൂടാതെ ഇതെല്ലാം നമ്മുടെ സ്വാച്ച് കാർഡ്സ് ആണ്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഫാബ്രിക്സ് മാത്രം നമുക്ക് ബാക്കിൽ ഒരുപാട് കളക്ഷൻ അല്ലേ. അതുപോലെ നമ്മുടെ സീക്വൻസസ് ആണെങ്കിലും സ്റ്റോൺസ് ആണെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും കളേഴ്സ്. കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് മരിക്കും ഇവിടെ നിന്ന്. അതുപോലെ ഓൾ ദ മാനിക്യൂൻസ് ഇതൊക്കെ ആക്ച്വലി നമ്മുടെ കാസിനൊക്കെ പെയിന്റ് ചെയ്യും. ആ പെയിന്റ് ആണ് യൂസ് ചെയ്തത്. അതാണ് ഈ പുറത്തു നിന്നൊക്കെ വെച്ചേക്കുന്നത് അല്ലേ? പിന്നെ ഒരാൾ മുകളിൽ ഒരാളുണ്ട്. പിന്നെ ഇത് ആക്ച്വലി നമ്മുടെ ക്രൈസ് ബിസ്ക്കറ്റ്സിന് ഒരു ആഡ് ഉണ്ടായിരുന്നു. എല്ലാ സാറിട്ടുള്ള ഷർട്ടിന്റെ സെയിം ഫാബ്രിക് ആണ്. നമ്മൾ ചെയ്യുന്ന കളക്ഷൻസിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും. യു ക്യാൻ സീ സംഭവം ലൈക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഡെനിം ടീമിൽ ഒരാളാണ് റോഷൻ എന്ന് പറയുന്നത്. ഒത്തിരി ഫാബ്രിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ള കളക്ഷനാണ്. ഇത് ഫുള്ളി ഹാൻഡ് ആണ്. സ്വൈറ്റ് ഫാബ്രിക്കിൽ 2 സ്വൈറ്റ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ ഹാൻഡും മെഷീനും എംബ്രോയിഡറി ആണ്. കംപ്ലീറ്റ് ഹാൻഡ് ആണ്. കാർണിവൽ ഫുൾ യു ക്യാൻ സീ ഓൾ. ഇത് നമ്മൾ ഷോക്കേസിനാണോ അതല്ല ആർക്കെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇല്ല, സിൻസ് നമ്മളൊരു ബ്രാൻഡ് കോൺസെപ്റ്റിലോട്ടാണ്. ഗാലക്സി തന്നെ ഉണ്ട് ഇതില്. കളക്ഷൻസ് എല്ലാം വന്നിട്ട് നമ്മുടെ ഷോ വരുമ്പോ നമ്മളൊരു ഫാഷൻ ഷോയിലൂടെ ലോഞ്ച് ചെയ്യാനാണ്. സോ വി ആർ സ്റ്റിൽ ഓൺ മേക്കിംഗ്. കളക്ഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് വുമൻസ്. ഇതിൽ ലൈനിങ് വരുമ്പോഴും അതിനോട് മാച്ച് ചെയ്യുന്ന തീമിലായിരിക്കും. 8 days ഹാൻഡ് വർക്കിന് മാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഫുൾ മെഷീനും ഹാൻഡും ആണ്. മെഷീനിൽ ചെയ്തിട്ട് അതിന് ഹാൻഡിൽ ഹൈലൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അത് യൂണീക്ക് ആയിരിക്കും. ആൻഡ് വി കീപ് ഓൾവേസ് വൺ. അതല്ലേ? നമ്മളെല്ലാം റിപ്പീറ്റ് വരികയാണെങ്കിൽ തന്നെ അത് ഷർട്ട്സിലായിരിക്കും. ഇനി നാളെ നിങ്ങൾ കാണൂട്ടോ. കേരളവും ഇന്ത്യയും രാജ്യവും മുഴുവൻ കാണും. ജിഷാദ് സംസുദ്ദീൻ. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോറും കാലിക്കറ്റ്. നെക്സ്റ്റ് സ്റ്റോർ വി ആർ പ്ലാനിങ്. നമ്മുടെ ലെക്സ് ജാക്കറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 13,000 ടു അപ് ടു 80-90 ഇപ്പോ as of now. 13 ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇതായിരിക്കും ഒരു പ്ലെയിൻ വർക്ക് ആയിരിക്കും. ഇതിലും വർക്ക് ഉണ്ടല്ലേ? മെഷീൻ ചെയ്ത് അതിൽ ഹാൻഡ് ഹൈലൈറ്റ് ചെയ്തിട്ട് ആക്ച്വലി വേറൊരു ഫാബ്രിക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കും. ഇത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നല്ല തിക്നെസ് ഒക്കെ ഉണ്ട് വർക്കിനും.
ഇതൊക്കെ എങ്ങനെ പ്രൈസ് റേഞ്ച് തന്നെ? 8-9 ആ റേഞ്ച്. അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ ഇത് അത് കൂടുതൽ തോന്നിക്കേണ്ടത് അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്റ്റോറിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ്. ആക്ച്വലി ഡിസൈനർ വെയർ അല്ലെങ്കിൽ ഡിസൈനർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് എക്സ്പെൻസ്. അല്ല, അപ്പൊ ആ ഒരു പാഷനാണോ ഇപ്പൊ ലാലേട്ടന്റെ സ്റ്റൈലിസ്റ്റിന്നും മാറി ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ? അതെന്താ വെച്ചാൽ അവിടെ ഒരുപാട് കാലം നമുക്ക് ചെയ്യാനൊരു സ്പേസ്, ആ സ്പേസിൽ നിന്ന് നമുക്ക് അതിനപ്പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ പിന്നെ കൂടുതലും സാറിന്റെ കൂടെ നിൽക്കുമ്പോൾ സാറിന്റെ പേഴ്സണൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പേഴ്സണൽ. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ആൻ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഷോ, അപ്പൊ അവർക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഷോക്ക് അവരുടെ ഒരു കളർ പാലറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ക്രിയേറ്റീവ് തിങ്സ് ആർ നോട്ട് ഹാപ്പനിങ്. ഒരു സൂട്ട് ചെയ്യണം, സൂട്ട് ചെയ്യാൻ ബിഗ് ബോസ് അവരുടെ കുറെ ഇതുണ്ട്. അപ്പൊ എനിക്ക് ബിഗ് ബോസ് ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ചില സമയത്ത് ലൈറ്റ് സപ്പോർട്ട് ചെയ്യില്ല, ചില സമയത്ത് ബാക്ക് ഡ്രോപ്പ് സപ്പോർട്ട് ചെയ്യില്ല, ഇവരുടെ കളർ തീം സപ്പോർട്ട് ചെയ്യില്ല. അപ്പോ ഐ ഫെൽറ്റ് ലൈക്ക് ഒരു സോഴ്സിങ് പേഴ്സൺ ആയി മാറി. ഒരു ക്രിയേറ്റീവ് സ്പേസിൽ കിട്ടുന്നില്ല. പക്ഷെ സാറിന് വെൻ ഇറ്റ് കംസ് ടു സാറിന്റെ പേഴ്സണൽ വാർഡ്രോബ്, സാർ എവിടെയെങ്കിലും പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സാറിന്റെ, അപ്പൊ ഞാൻ കുറെ കളക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എന്തെങ്കിലും ചാലഞ്ചിങ് വർക്ക്സ്, ഇപ്പൊ അവാർഡ്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇമീഡിയറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഇനാഗ്രേഷൻ വരുന്നു, അപ്പൊ സാർ പറയും അപ്പൊ നമുക്ക് ഒരു 1 day ഉള്ളൂ അല്ലെങ്കിൽ 2 day ഉള്ളൂ, അല്ലെങ്കിൽ ഇത് നാളെയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നുകിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസ്. എനിക്ക് കുറച്ച് പേര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ, അതായത് ഒരു റെസ്റ്റോറന്റിന്റെ ഇനാഗ്രേഷനിൽ ലാലേട്ടൻ ഒരു വൈറ്റ് ഷർട്ടിൽ ഒരു നമ്മുടെ വീഡിയോ അത് വരുന്നതായിരിക്കും, ഒരു കസ്റ്റമൈസേഷൻ. ആക്ച്വലി ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 2 years ബാക്ക് സാറിന് കൊടുത്ത ഷർട്ട്. അപ്പോ വൺസ് ഒരു തവണ സാർ അത് ഇട്ടു, പിന്നെ ഇടുന്നു. ഐ തിങ്ക് ഇതിപ്പോ 3-4 പ്രാവശ്യമാണ് സീയിങ് ദ സെയിം ഷർട്ട്. ബിക്കോസ് അത് ആ എം ലോഗോ ഡെവലപ്പ് ചെയ്ത് ഒരു മോഹൻലാലിന്റെ ലോഗോ അടിപൊളിയായിട്ട് ചെയ്തു. എന്നാൽ ഭയങ്കര സിമ്പിൾ ആണ് ഇത് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട്. അതെ, സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഇനി ആക്ച്വലി ഇതിന്റെ ഒരു വേറെ കളറാണ് നമ്മുടെ ഇന്റീരിയറിലാണെങ്കിലും ആ ഒരു ടച്ച് കൊണ്ടുപോകും. ശരി ശരി ശരി. അതായത് ഇവിടുത്തെ എല്ലാ ഇതും കണക്റ്റഡ് ആണല്ലേ? അതെ, ആ ഒരു വാൾഡ്രോപ്പിന്റെ സെയിം ഇതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വർക്ക് ചെയ്യുന്നത് ആളുകള് ആരൊക്കെയാ? എല്ലാം നമ്മുടെ ബാക്കിലുണ്ട്, ടീമുണ്ട്. ഇതിപ്പോ നമ്മൾ അപ്കമിങ് കളക്ഷൻസ് ആണ്. പിന്നെ ഇപ്പൊ ഇതൊക്കെ പ്രൈസിംഗിലും കഴിഞ്ഞിട്ട് ഡെനിമിന്റെ ട്രെഞ്ച് കോട്ട്സ് ആണ്. ഇതെങ്ങനെയാ? ഇതൊക്കെ പ്രൈസിംഗ് തന്നെ 6 up to 18-19. നമുക്ക് ഇവിടുത്തെ ഏറ്റവും ലീസ്റ്റും ഇതുവരെ ചെയ്തേക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് കസ്റ്റം വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ 6 to 6,000 തൊട്ട് അല്ലെങ്കിൽ 1 lakh. മീൻസ് ഇപ്പോ ചെയ്തേക്കുന്ന അതെ 6,000 നിന്ന് ഒരു 1 lakh റേഞ്ചിലൊക്കെ ഉണ്ട്. ഒരു ആസ് എ ഡിസൈനർ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിസ്റ്റ് ആസ്പെക്ട്സിൽ ഒരാള് വന്ന് അത് ഇട്ട് കഴിഞ്ഞ് അയാൾക്ക് അത് ഭംഗിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അപ്പൊ നമ്മൾ അവിടെ പ്രൈസ് ആയിരിക്കില്ല. അപ്പൊ എന്റെ കളക്ഷൻ അദ്ദേഹം അണിഞ്ഞ് അദ്ദേഹം ഒരു സ്ഥലത്തോട്ട് പോകുന്നത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുത്തുന്നത്. അപ്പൊ ചിലപ്പോ അവിടെ പ്രൈസ് ചിലപ്പോ ഞാനൊന്ന് കാരണം എനിക്ക് അതിനൊരാള് പോകണം. ഇപ്പൊ എഫിൻ വാച്ചിനെ പറ്റി സംസാരിക്കുന്ന എഫിൻ ജാക്കറ്റിനെ പറ്റി പറഞ്ഞാണല്ലോ. എഫിൻ ഒരു സാധനം വന്ന് എടുക്കുമ്പോൾ മേ ബി അതിന്റെ കോസ്റ്റ് ഒരു 15,000 to 20,000 ആണെങ്കിലും ഞാൻ പറയാം അത് എഫിനാണ്. എനിക്ക് ഐ തിങ്ക് ഐ ഹാവ് ടു ഗീവ് ഹിം ലൈക്ക് ഒരു 10,000 കൊടുക്കണം. മനസ്സിലായോ? ഇറ്റ്സ് നോട്ട് അബൌട്ട് അദ്ദേഹത്തിന്റെ പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഐ വിൽ ട്രൈ മൈ മാക്സിമം ടു. ആസിഫിക്കേട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് കറന്റ്ലി ഒരു മൂവി ചെയ്തോണ്ടിരിക്കുക, ടിക്കിടാക്ക. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഇവന്റിലൊക്കെ പുള്ളി ഇങ്ങനെ ഒരു വേറെ ബിക്കോസ് അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പൊ ഞാൻ സ്റ്റൈൽ ചെയ്തില്ലെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹം ആ ഒരു ഫാഷൻ ഫോളോ ചെയ്യുന്ന ആളാണ്. ആൻഡ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതും ഭീകരമാണ്. പിന്നെ സമത്വം ഇതുപോലെ തന്നെയാണ്. ആൾക്ക് 2 സ്റ്റൈലിസ്റ്റ് ഉണ്ട്, ഒന്ന് ഞാനും സമത്വക്കാരൻ ഞങ്ങളാണ്. സമത്താണ് അദ്ദേഹത്തിന്റെ വൈഫും ഇതുപോലെ തന്നെയാണ്. അടിപൊളി ഒരു പെയിന്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇത് നിങ്ങൾ തന്നെയാണ്? എല്ലാരും ചോദിക്കും ഈ കാടി ഇതൊക്കെയാണ്. പക്ഷെ എന്നെ നിങ്ങക്ക് കാണാം അവിടെ അല്ല, റൈറ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഫീമെയിൽസിന് വേണ്ടി ഒരു റൂം തന്നെ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ആനിമൽ കളക്ഷൻസ് ആണ് ഈ റൂമിൽ മൊത്തം. വർക്കിംഗിലാണ് നമ്മള്. ആനിമൽ ഇത് ലാലേട്ടന്റെ മറ്റേ സാറിന്റെ അത് ഞാൻ വേറെ കാണിച്ചത് അതിന്റെ മിനിയേച്ചേഴ്സ്. ജയിലറിലെ ആ ഒരു സെയിം ടോൺ, എക്സ്ട്രാ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത്. ഈ ജാക്കറ്റ്സ് എല്ലാം യൂണിസെക്സ് ആണ്. And nowadays fashion is like that. എല്ലാം ഭയങ്കര രസമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് എല്ലാത്തിലും ഒരു യൂണിക്നെസ് ഉണ്ട്. നമ്മൾ ആ ഫോട്ടോയില്
കാണുന്ന അദ്ദേഹം ഇവിടെയുണ്ട്. ഷേ എന്റെ പൊന്നെ ഇങ്ങോട്ട് വേട്ടോ. ഈ പുലിയാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നത്. യെസ്, 4 കണ്ണുള്ള പുലി. ലിനൻ പാൻസും നമ്മളെ കസ്റ്റം മാത്രമാണ് എല്ലാവരും കാണുന്നത്. സോഫ്റ്റ് ലൈക്ക് പാൻസ് ഒക്കെ നമ്മുടെ സ്റ്റാർട്ടിങ് 999 പാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 1499 ഷർട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കോട്ട് സെറ്റ്സ് ആണ്. ഇതിന്റെ ഷർട്ട് അതിലുണ്ടാവും പെയർ ചെയ്യാൻ. ഓ അങ്ങനെ പെയർ ചെയ്യാനുള്ള ഇതുണ്ടല്ലേ. യെസ്, അത് എല്ലാത്തിലും ഉണ്ട്. ഈ ഫാഷൻ സ്കൾപ്ചർ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഫാഷൻ സ്കൾപ്ചർ ആണ് ഇൻ സ്റ്റോർ. 17 feet. ഇതിന്റെ ബാക്കിയാണ് താഴെ ഉള്ളത്. ഓ ലൈക്ക് എന്റെ ഇതിന്റെ ബാക്കി താഴെ ഉണ്ടല്ലേ. ഇതിന്റെ ബാക്കി താഴെയുള്ള വിഷയിലാട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഈ ഒരു സ്കൾപ്ചർ നിങ്ങൾ നേരത്തെ മുകളിൽ ഇരുന്നിട്ട് കണ്ടില്ലായിരുന്നോ? അതിന്റെ താഴേക്കുള്ള പോർഷനാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ള. ഇതിന് മുന്നേ ഫാഷൻ സ്കൾപ്ചർ സ്റ്റോറിൽ വന്നിട്ടുള്ള റോങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ്. പക്ഷെ അതും എനിക്ക് തോന്നുന്നു 13-14 feet ആണ്. This is huge. എവിടെ ഉണ്ടല്ലോ ഇത് മറ്റേ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നോക്കി പ്യോർ ഹാൻഡ് ആണ്. ഹാൻഡ് വർക്ക് കൊണ്ട് ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ റൂമിൽ നിന്നാണ് ഫസ്റ്റ്. ഈ റൂമാണ് ചെയ്യുന്നത്, പിങ്ക് റൂം. ഇത് ലേഡീസിനാണോ കോൺസെൻട്രേറ്റ് ചെയ്തത്? എല്ലാം ലേഡീസ് കിഡ്സ് എല്ലാം ഉണ്ട്. നമുക്ക് എല്ലായിടത്തും കളക്ഷൻ കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഡെനിംസ് ആണ്. ഡെനിംസിൽ ഇത്രയും വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഞാൻ ജയറാമായിട്ടിന് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തിട്ടുണ്ടല്ലേ? ഇതും ലേഡീസ് വുമൻസ് ജാക്കറ്റ്സ് ആണ്. ഷോ എവിടെയാ കണ്ടക്ട് ചെയ്യുന്നത്? ബാംഗ്ലൂർ, കൊച്ചി. അപ്പോ നമ്മളത് ഇങ്ങനെ ഫംഗ്ഷൻ അതിന് വേണ്ടി ഇപ്പൊ ഞാൻ ട്രാവൽ കഴിഞ്ഞ് വന്നുള്ളൂ ബാംഗ്ലൂർ പോയിട്ട്. വിളിക്കില്ലേ? ഉറപ്പായിട്ടും ബാംഗ്ലൂർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റാർട്ടിങ് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. ഈ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ എങ്ങനെയായിരുന്നു? ഞാൻ കുറെ സ്റ്റോറി കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ആക്ച്വലി മുംബൈ പോയി. മുംബൈയിൽ കുറെ ബോളിവുഡ് അതിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി, അത് കഴിഞ്ഞു തിരിച്ചു വന്നു, കേരളത്തിൽ വന്നു. ഇങ്ങനെയാണ് ദുബായിലാണ് ആക്ച്വലി ടേൺ. ദുബായിൽ പോയി നമുക്ക് പണി അറിയാമെന്നോ അല്ലെങ്കിൽ ഇയാളെ സഹായിക്കാമെന്നോ വിചാരിച്ചൊരു ഹാൻഡ് കിട്ടി. ഫസ്റ്റ് ആയിട്ട് ഒരു സാധനം ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു സെലിബ്രിറ്റിന്ന് കോംപ്ലിമെന്റ് കിട്ടിയത്. സെലിബ്രിറ്റി ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, സെലിബ്രിറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞത് എന്റെ കമ്പനിയുടെ സിഇഒ ആയിരുന്നു, സ്പ്ലാഷിന്റെ സിഇഒ പ്രസാബേക്ക്. അദ്ദേഹം ഒരു ജാക്കറ്റ് ചെയ്യാൻ പറയുന്നു, ഞാൻ ജാക്കറ്റ് ചെയ്യുന്നു, ഒരു രാത്രി കൊണ്ട് ചെയ്യുന്നു, അവിടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു എനിക്കൊരു മെസ്സേജ് ചെയ്തു, ഹോപ്പ് സൽമാൻ വിൽ ലൈക്ക് ദിസ്. അപ്പോ പക്ഷെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം ആ ജാക്കറ്റ് റേസ് 3 എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. അപ്പൊ റേസ് 3 ഞാൻ കുറച്ച് നോക്കിയപ്പോ അവിടെ കുറച്ച് പാച്ചുകളൊക്കെ നോക്കിയപ്പോ എനിക്ക് റേസ് എലമെന്റ്സിലൊക്കെ ഉള്ള കുറെ പീസുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് എവിടെന്നോ എന്റെ കയ്യിൽ വന്നു, അത് കൊടുത്തു. അതിന് സൽമാൻ ഖാൻ സാറിന് ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിന്റെ 7 റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. റേസ് 3 അതായത് ഹീരിയെ എന്ന് പറയുന്ന ഒരു സോങ് ത്രൂ ഔട്ട് അത് കഴിഞ്ഞിട്ടൊരു ഫൈറ്റും ഉണ്ട്. അത് കൂടാതെ എന്റയർ കരിയറിൽ സൽമാൻ ഖാൻ സാറിന്റെ എന്റയർ മൂവി കരിയറിൽ പേഴ്സണലി ഹി ഗീവൺ ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ സൈൻ ചെയ്യുന്നത് ആ ജാക്കറ്റിലാണ്. ദാറ്റ് വാസ് ഹിസ്. ആൻഡ് അദ്ദേഹത്തിന്റെ സജഷൻസ് എന്നോട് പറഞ്ഞു, എന്നോടല്ല മീൻസ് എന്റെ കമ്പനിയോട് പറഞ്ഞു. അതിനനുസരിച്ച് അടുത്ത സ്റ്റൈലുകൾ ചെയ്തു. മലയാളി കേട്ടോ, മലയാളിടാ. ഇപ്പൊ കണ്ടതിനെല്ലാം പുറമെ ഇപ്പൊ താഴെ വെച്ച് നിങ്ങളെ കാണിച്ചു തന്നിരുന്ന ആ ഗ്ലാസ് ആണ് ഇത്. ജയിലർ മൂവിയിൽ ലാലേട്ടൻ ആ സ്റ്റൈലായിട്ട് നടന്നു വരുന്ന ആ ഒരു സൺഗ്ലാസ് ആണ്. ഇതിന്റെ ടിൻറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ, കറക്റ്റ് ഫ്രെയിംസ് ആണ്. ഇത് 2 ബ്രാൻഡ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ജിഷാദിക്ക ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ജയിലർ മൂവിയിൽ നിങ്ങൾ കണ്ട ആ ഒരു ലാലേട്ടന്റെ ഷർട്ടിന്റെ ഒരു മിനിയേച്ചർ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് വന്നാൽ കാണാൻ കഴിയും. ലാലേട്ടന്റെയും ആസിഫിക്കയുടെ ഒക്കെ സ്റ്റൈലിസ്റ്റ് ആണെന്നുള്ള കാര്യമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന കാര്യം. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പാഷൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി, ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ജിഷാദിക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ ഒരു ട്രാക്ക് തന്നെ ഔട്ട്ഫിറ്റ്സിൽ പല ആളുകളും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ ഇവിടെ MS ധോണി സിഗ്നേച്ചർ ചെയ്ത ജിഷാദ് എന്ന് എഴുതി കൊടുത്ത ഒരു ജേഴ്സി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലാലേട്ടൻ ഫിഫ കാണാൻ പോയപ്പോൾ ലവ് മോഹൻലാൽ എന്ന് എഴുതിയിരിക്കുന്ന, കൈകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു
ഇത് നമുക്ക് കാണാൻ കഴിയും. തൊട്ടിപ്പുറത്തായിട്ട് RCB പ്ലേയേഴ്സ് മുഴുവനായിട്ട് സിഗ്നേച്ചർ ചെയ്ത ഒരു ജേഴ്സിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് വിരാട് കോഹ്ലി ഇവിടെ ജിഷാദ് എന്ന് എഴുതി കൊടുത്ത ഒരു ജേഴ്സിയാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയേക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് വരെ എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ആസിഫിക്കയുടെ കോസ്റ്റ്യൂം, അങ്ങനെ സൽമാൻ ഖാൻ പോലും നേരത്തെ കേട്ട പോലെയുള്ള ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കലാവിരുദ്ധം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയി. നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു കസ്റ്റം ഔട്ട്ഫിറ്റ്സിന്റെ ഒക്കെ മേക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ മേക്കിംഗ് റൂം നമുക്കൊന്ന് നോക്കാം. ടീം സ്പേസ് ആണ്, ടീം മീറ്റിംഗ്, അതുപോലെ അവരുടെ വർക്ക് സ്പേസ്. ഇപ്പൊ എല്ലാവരും പുറത്താണ് ഒരു വർക്കൊക്കെ ആയിട്ട്. ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇപ്പോഴും ഇതിന്റെ എൻക്വയറി വരുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോ നമ്മളൊരു മൂവി ചെയ്യുന്ന GD നായിഡു എന്ന് പറഞ്ഞിട്ട് മാഡി സാറിന്റെ മാധവൻ സാറിന്റെ, അപ്പൊ അതിന്റെ കുറച്ച് കുറെ ഓൾഡ് അപ്പൊ അതിന്റെ കളക്ഷൻസ് ആണ്. ഇതിൽ പെടുന്നതാണ് ഈ ഹാൻഡ് വർക്ക്സ്. നമ്മൾ ആ ഡ്രോ ചെയ്തിട്ട് അപ്പൊ നമ്മൾ അവിടെ കണ്ട കോട്ട് സെറ്റ്സിന്റെ വേറെ കളക്ഷൻസുകൾ മേക്കിങ്ങിലാണ്. ഇതൊക്കെ ഇപ്പൊ വാഷ് കഴിഞ്ഞ് നമ്മള് ലെൻസ് ഒക്കെ ആണെങ്കിലും കളർ ബ്ലീഡ് ആവുന്നുണ്ടോ, ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നേരെ വരുന്നത്. ഇതൊക്കെ നമ്മുടെ ലാസ്റ്റ് സീസൺ കളക്ഷൻസാ. ലാസ്റ്റ് സീസൺ, അതുപോലെ ചില അഡ്വർടൈസ്മെന്റ്സ് കഴിഞ്ഞതിന്റെ, ഷോ കഴിഞ്ഞതിന്റെ വിഷയങ്ങളുണ്ടാവും. ഇത് കംപ്ലീറ്റ് വർക്ക് ചെയ്താ ഐ തിങ്ക് ഇതൊരു 2 days വർക്കാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫാബ്രിക് ബ്ലീഡായി. സോ അത് മാറ്റി. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് മാത്രം ഒറ്റയടിക്ക് ഉണ്ടാക്കുന്ന സംഭവമല്ല. ഫാഷൻ ഹൗസ് ഇനാഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ ആസിഫിക്കയാണ്. ആസിഫിക്ക ഒരു ബട്ടർഫ്ലൈനെ അവിടെ പ്ലേസ് ചെയ്തിട്ടാണ്, ആ സ്കൾപ്ചറിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഇത് ഇനാഗ്രേഷൻ നടന്നത്. അതുപോലെ ഭയങ്കര ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ചെയ്യുന്ന കാര്യത്തിനൊരു ഭയങ്കര പെർഫെക്ഷൻ വേണം എന്ന് കാണിക്കുന്ന ഒരുപാട് എലമെന്റ്സ് ഇവിടെ ഉണ്ട്. ഈ ഒരു ഫാഷൻ ഹൗസിൽ വന്ന ഇതുപോലുള്ള ഫാഷൻ മാനിക്യൂൺസ് നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടാവും. അത് പുറത്ത് വയ്ക്കുമ്പോൾ അത് കളർ മങ്ങില്ലേ, അല്ലെങ്കിൽ ചീത്തയായി പോകില്ലേ. പക്ഷെ അതിൽ ചെയ്തിരിക്കുന്നത് കാറിനൊക്കെ പെയിന്റ് ചെയ്യുന്ന പോലുള്ള എക്സ്പെൻസീവ് പെയിന്റ്സ് ആണ്. പെർ ലിറ്റർ 3000+ കോസ്റ്റ് ഒക്കെ വരുന്ന രീതിയിലുള്ള മാനിക്യൂർസ് ആണ് നമുക്ക് പല ഇടങ്ങളിലായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പാഷനാണ്. ഇതൊക്കെ ഇല്ലാതെ നമുക്ക് ഫാഷൻ ഹൗസ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇതെല്ലാം വെക്കുന്നത് ഒരു സെൽഫ് സ്റ്റാറ്റിഫിക്കേഷനും അതിനോടുള്ള ഒരു ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ അതേപോലുള്ള അനേകം കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഇങ്ങനത്തെ സ്റ്റോറൊക്കെ ഞാൻ കണ്ടുള്ളത് ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഡൽഹിയിലോ ബോംബെയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്റ്റോഴ്സ് കണ്ടിട്ടുണ്ട്. കാരണം അവിടെ ഇവിടെ ഇപ്പൊ എന്റെ കളക്ഷൻസ് മാത്രമല്ല, വേറെ ബ്രാൻഡ്സ് ഉണ്ട്, വേറെ ആളുകളുടെ ഉണ്ട്, ഇൻഡിവിജ്വൽസിന്റെ ഉണ്ട്. ഒരാൾ കൈകൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും സാധനം അതൊക്കെ കാണാം. ത്രിഫ്റ്റ് ഉണ്ട്. പിന്നെ മോർ ഓവർ ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 99 rupeesലാണ്. അപ്പോൾ 99 മുതൽ അങ്ങോട്ട് മുകളിലോട്ടാണ്. അപ്പോൾ ആർക്ക് വന്നാലും ഇപ്പൊ എല്ലാ എന്നെ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസ്, അല്ലെങ്കിൽ ആസിഫ് അലി ഫാൻസ്, ഇവരൊന്നും എപ്പോഴും എല്ലാവരും റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല. ആസാദകൻ ഏത് റേഞ്ചിലുള്ള ആളും ആവാം. പിന്നെ അവർക്കൊക്കെ ഒരു തോന്നലുണ്ടാവും, ഇവിടെ പോയാൽ ഉള്ളിൽ കയറിയാൽ നമുക്ക് എന്തും വാങ്ങിച്ചില്ലെങ്കിൽ മോശമല്ലേ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഇനി വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവർക്ക് അവരുടെ ബഡ്ജറ്റിൽ, ഇപ്പൊ ഞാൻ ചില സമയത്ത് എനിക്ക് ആ ബ്രാൻഡ് ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലിവൈസിന്റെ പാൻസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഞാൻ സർപ്ലസിൽ പോകും. പണ്ടൊക്കെ ഒരുപാട് സർപ്ലസ് സ്റ്റോഴ്സ് ഉണ്ട്. കാരണം ഒരു 3000 rupeesന്റെ പാൻസ് എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ സർപ്ലസിൽ പോകുമ്പോൾ ഒരു 500-600 എനിക്ക് പാൻറ് കിട്ടും. അപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ആ ബ്രാൻഡ് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചു. അപ്പൊ എല്ലാവരും ഒന്ന് പുറത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതും അകത്ത് കയറി പ്രോഡക്റ്റ് വാങ്ങിച്ചു ഐ ഗോട്ട് ദിസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് എനിക്ക് ആദ്യം തോന്നിയത്. സോ അതാണ് ഇതിന്റെ ഉദ്ദേശം. ഇപ്പോ ഞാൻ ഈ ജാക്കറ്റ്സ് ഒന്നും ഇപ്പൊ ഡീസലിൽ ഇല്ല. കൗബോയ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൾഡ് വിന്റേജ് കളക്ഷൻസ് ഒന്നും ഇല്ല. ഇത് ആക്ച്വലി ത്രിഫ്റ്റ് ആണ്. സോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് മേ ബി മോർ ദാൻ 20,000 ഒക്കെ ആവാം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനൊരു 3,000 rupees അവർക്ക് ഇത് വാങ്ങിക്കാം. ഇറ്റ്സ് പ്യോർ ലെതർ ആണ്. പിന്നെ അതേപോലെ നമ്മൾ നോക്കി ഇത് ഇപ്പൊ നമ്മുടെ കളക്ഷൻ ആണ്. ഈ ജാക്കറ്റ്സ് ഒക്കെ വരുന്ന 1500 ഇത്ര വരുന്നുള്ളൂ. 1500 കിട്ടും. ഇത് ട്രാവൽ ജാക്കറ്റ്സ്, ഇതും 1500. ഇതൊക്കെ നമ്മൾ ചെറിയ പ്രൈസിന് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന, പക്ഷെ ഇത് രസമാണ്. അപ്പൊ എന്റെ തന്നെ ഇതിന്റെ കുറെ ഉണ്ട്. അപ്പൊ ഇതിൽ കുറെ സംഭവങ്ങളുണ്ട്. ജന്നത്തുൽ ഫിർദൌസ് എന്നൊക്കെ പറയുന്ന 1000 nights അങ്ങനത്തെ ഒക്കെ കുറെ സംഭവങ്ങളുണ്ട് ഇതില്. പിന്നെ ചെറിയ ബ്രേസ്ലെറ്റ്സ്, അല്ലെങ്കിൽ റിങ്സ്, അല്ലെങ്കിൽ പോക്കറ്റ് വാച്ചസ്. പിന്നെ നമ്മള് പണ്ട് ലാലേട്ടൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുണ്ട്. പിന്നെ എന്താ പറയാ, സിഗരറ്റ് ഹോൾഡർ. സോ ഇങ്ങനത്തെ കുഞ്ഞു എനിക്ക് എന്റെ ഇഷ്ടമാണ് ഇതൊക്കെ ഇവിടെ കാണുന്നത്. എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ആ എല്ലാ എലമെന്റ്സും ഇവിടെ ഉണ്ടാവും.
അതെ. പിന്നെ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന പരിപാടികൾ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജസ്റ്റ് ഒന്ന് മസ്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്യുക. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ അല്ല, എന്നെ ഒരുപാട് നാളായി വിളിച്ചേക്കിട്ട് എനിക്ക് ഇപ്പോഴാണ് വരാൻ പറ്റുള്ളൂ. ഇവിടെ എന്നെ വണ്ടറയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ശരിക്കും വണ്ടറയിപ്പിച്ചേക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും വരാം അറ്റ്ലാന്റിസിൽ ഇഷാദിക്കയുടെ ഈ ഒരു ഫാഷൻ ഹൗസിൽ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.